ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് അവിയൽ ഉണ്ടാക്കി തുടങ്ങാം. അപ്പം അതിനായിട്ട് വേണ്ടിയത് ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം മുരിങ്ങയ്ക്കായ, ചേന, പടവലങ്ങ, വെള്ളരിക്ക, മത്തങ്ങ, ക്യാരറ്റ്, കുമ്പളങ്ങ, അമരയ്ക്ക, സവാള, അങ്ങനെ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം ഞാൻ കുറച്ച് കുറച്ചായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അരിഞ്ഞെടുക്കുന്നത് ഞാൻ നീളത്തിൽ, അവിയലിൻ്റെ കഷ്ണം അറിയാമല്ലോ, അപ്പം നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇതിലെ പുളിക്കായിട്ട് ഞാൻ ചേർക്കുന്നത് തക്കാളിക്കയാണ്. ഒരു തക്കാളിക്കയാണ് ഇതിലേക്ക് ഞാൻ അരിഞ്ഞു ചേർക്കുന്നത്. അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞു ചേർക്കാം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഇടുന്നത് ഞാൻ ചേനയാണ്. ചേനയ്ക്കാണ് കുറച്ച് വേവ് കൂടുതൽ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേന ഇടാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി പച്ചക്കറികളെല്ലാം ചേർക്കാം. അവസാനമാണ് ഈ മുരിങ്ങയ്ക്കായി, അമരക്കായും എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് നെടുക കീറിയത് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇനി ആവശ്യം വരും, നമുക്ക് അരപ്പ് ചേർക്കുമ്പോൾ അതിലും അരച്ച് ചേർക്കാം വേണമെങ്കിൽ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയുടെ ഇട്ട് കൊടുക്കാം. അവിയലിനൊട്ടും വെള്ളം ചേർക്കാതെയാണ് മിക്കവരും ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഒത്തിരി ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ടതില്ല. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം മാത്രം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വേവിക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ചതച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 3 പച്ചമുളകും 2 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. അരച്ചെടുക്കാൻ പാടില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ പച്ചക്കറിയിൽ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് പച്ചക്കറി എന്തായെന്ന് നോക്കാം. പച്ചക്കറി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോഴത്തേനും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെയൊക്കെയാണ് അവിയലിന് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ ടേസ്റ്റ് വരുന്ന പ്രത്യേക ഒരു കാര്യമുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ വാഴയില ഉണ്ടല്ലോ, വാഴയില അടയ്ക്കുന്ന സമയത്ത് വാഴയിലയുടെ വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫ്ലേവർ വരും. വാഴയില എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള സദ്യ സ്പെഷ്യൽ അവിയൽ. നമുക്ക് വെള്ളം ഒട്ടും വേണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. പച്ചക്കറിയുടെ വെള്ളത്തിൽ തന്നെ ചെറു തീയിലിട്ടാൽ മാത്രം മതി. അവിയൽ നല്ല അവിയലായിട്ട് കിട്ടിക്കോളും, നല്ല ഡ്രൈ ആയിട്ടും കിട്ടിക്കോളും. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഈ ഇച്ചിരിയുടെ വെള്ളത്തോട് കൂടി ആയതുകൊണ്ടാണ് ഞാൻ അല്പം വെള്ളമൂടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക്